വെൽക്കം ടു മൈ മൂന്നാർ വ്ളോഗ്. ആനച്ചാലിലെ ഒരു റിസോർട്ടിലേക്കുള്ള, എക്സാക്റ്റായിട്ട് പറഞ്ഞാൽ സെൻഹാ റിസോർട്ടിലേക്കുള്ള ഒരു യാത്രയുടെ വ്ളോഗാണ് ഈ ഒരു വീഡിയോയിൽ വരുന്നത്. അതുകൂടാതെ നമ്മൾ മൂന്നാറും കൂടെ പോയിട്ടാണ് സെൻഹയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ട് ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തിയാണ് നമ്മൾ ട്രാവൽ ചെയ്തിരുന്നത്. ബേസിക്കലി എനിക്ക് ചെറിയ വൊമിറ്റിംഗ് ഇഷ്യൂസ് ഉണ്ടായി. പുതിയ ക്രോക്സ് അതാവുമ്പോ ചെവി പിടിച്ചാൽ കുഴപ്പമില്ലല്ലോ. തേയിലത്തോട്ടങ്ങളും അതുപോലെ നല്ല നല്ല വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തിയാണ് പോയിട്ടുണ്ടായിരുന്നത്. കാര്യം നമ്മൾ എറണാകുളം ഇടുക്കി ഡിസ്ട്രിക്ട് ബോർഡറിലാണ് താമസിക്കുന്നതെങ്കിൽ പോലും എപ്പോഴും മൂന്നാർ വരൽ കുറവാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ട്രിപ്പ് നമ്മളൊരു 1 month ബാക്ക് എടുത്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ വ്ലോഗ് ഇടാനായിട്ട് കുറച്ച് ലേറ്റായിപ്പോയി. പക്ഷേ നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഭയങ്കര രസമാണല്ലോ. അങ്ങനൊരു ട്രിപ്പാണിത്. നെജിലും നെഹലായും ഇച്ചുവും സബ്രാക്കച്ചയും സുബേർക്കായും ഞാനും അമ്മച്ചിയും എല്ലാവരും നല്ല ഹാപ്പിയായിരുന്നു. മൊത്തത്തിൽ നമ്മൾ ഭയങ്കര എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ട്രിപ്പായിരുന്നു അത്. സുബേർക്ക നാട്ടിൽ വന്ന ടൈമിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അവിടെ എത്തിപ്പോ കാണിച്ചു തരാട്ടോ. കാലിങ്ങനെ കാണിച്ച ചെരുപ്പ് പിന്നെ എടുത്തു ഇറങ്ങി. എന്റെ കാര്യമുള്ളത് ഇങ്ങോട്ട് നോക്കോ. യൂട്യൂബിൽ കാണാറുണ്ടല്ലേ? നല്ലതാണ്, നല്ലതാണ്. അങ്ങനെ പൊട്ടറ്റോ റിങ്സും ചോളവും മാങ്ങ ഉപ്പിലിട്ടതും എല്ലാം കഴിച്ച് വീണ്ടും മൂന്നാറിൽ നിന്ന് നമ്മൾ തിരിച്ച് ആനച്ചാലിലേക്ക് വരാണ്. ഏകദേശം വൈകുന്നേരം ഒരു 5-6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. നല്ല തണുത്ത കാറ്റുമൊക്കെയാണ്. ഈ ഒരു വെള്ളച്ചാട്ടം ചാർലി മൂവിയിൽ കണ്ടതുപോലെ ഞാൻ ഓർക്കുന്നുണ്ട്. കറക്റ്റാണോ എന്നുള്ളത് അറിയില്ല. അത് കഴിഞ്ഞ് അവിടുന്ന് നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇൻ ബിറ്റ്വീൻ വീണ്ടും വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആണല്ലോ വരുന്ന വഴിക്കും പോകുന്ന വഴിക്കും. അങ്ങനെ അവിടുന്ന് നമ്മൾ റിസോർട്ടിലേക്ക് പയ്യെ പോകാനായിട്ട് തുടങ്ങുമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ കുറച്ച് ചോക്ലേറ്റ് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ചോക്ലേറ്റ് ഔട്ട്ലെറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നമ്മൾ ക്രിസ്ബെല്ലോടെയും പിന്നെ ഡാർക്ക് ചോക്ലേറ്റ്സും കുറച്ച് വാങ്ങി അങ്ങനെ നമ്മുടെ റിസോർട്ടിലെത്തി. നൈറ്റ് വ്യൂ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വന്നപ്പോൾ തന്നെ അവർ പൂള് റെഡിയാക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഇത് ആക്ച്വലി ക്വാർട്ടേഴ്സ് പോലെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ക്വാർട്ടേഴ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 2 ബെഡ്റൂമും ഒരു കിച്ചണും അങ്ങനെ വരുന്ന ഒരു ക്വാർട്ടേഴ്സായിരുന്നു. അപ്പോൾ അവിടെ നമ്മളെല്ലാവരും പൂളിലിറങ്ങി. എന്നിട്ട് നമ്മളെല്ലാവരും ഇറങ്ങി കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. ഏകദേശം ഒരു 2 hours സ്പെൻഡ് ചെയ്തു. പ്രത്യേകിച്ച് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നില്ല ആ ഒരു ടൈമിൽ. അതുകൊണ്ട് നമുക്ക് ഭയങ്കര രസമായിരുന്നു. പിന്നെ സാബ്രാഗജാണെങ്കിലും നെഹല ആണെങ്കിലും
നെജിലാണെങ്കിൽ പോലും അത്യാവശ്യം നല്ലപോലെ നീന്താൻ അറിയുന്നവരാണ്. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമ്മുടെ കുക്കിംഗ് അതുപോലെ സ്വിമ്മിങ് അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള സ്കിൽസ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെന്ന്. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് പതിയെ പോയി ഒന്ന് ഫ്രഷ് ആവാനായിട്ട് തീരുമാനിച്ച്. കാരണം അവിടെ പോയി ഫ്രഷ് ആയിട്ട് പിന്നെ ഫുഡ് നമ്മൾ ഓൾറെഡി ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ ഒരു 9:30 വരെ എന്താണ് കിച്ചൺ ഓപ്പൺ ആയിട്ടുള്ളൂ. അപ്പോൾ 9:30 തന്നെ പോയി ഫ്രഷ് ആയാലാണ് അവർ ഫുഡ് നമ്മുടെ റൂമിലേക്ക് എത്തിക്കുന്നുണ്ടാവുക. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫ്രഷായി വന്നപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ചിക്കൻ്റെ ഐറ്റംസ് ആയിരുന്നു. പിന്നെ കൂടെ പൊറോട്ട അങ്ങനത്തെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മുടെ കൊട്ടേഴ്സിന് മുകളിലായിട്ടൊരു ബാൽക്കണി പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബാൽക്കണി നോക്കുമ്പോൾ നല്ല വ്യൂ ആണ്. ഒരുപാട് റിസോർട്ടുകൾ കാണാം. പിന്നെ നല്ല തണുത്ത കാറ്റാണ് വീശുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ ബാൽക്കണിയിൽ തന്നെ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അങ്ങനെ രാത്രിയിലത്തെ നല്ല ഡീപ്പ് സ്ലീപ്പൊക്കെ കഴിഞ്ഞ് രാവിലെ ഒരു 6-7 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ എണീറ്റിട്ടുണ്ടായിരുന്നു. നല്ല ഒരു ബെഡ് കോഫിയൊക്കെ കുടിച്ചിട്ട് പതിയെ താഴത്തേക്ക് പൂളിൻ്റെ അങ്ങടേക്ക് ഇറങ്ങിപ്പോയതാണ്. ഈ ഒരു പൂക്കൾ ഞാൻ ഒരുപാട് ആളുകളുടെ സ്റ്റോറിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു ടൈമിൽ മൂന്നാറിലും ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു ഫ്ലവേഴ്സ് ആയിരുന്നു എന്ന് തോന്നുന്നു. സോ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് സ്പെൻഡ് ചെയ്ത് വീണ്ടും ആ വ്യൂ ഒക്കെ ഒന്നും കൂടെ വീഡിയോ എടുക്കുമായിരുന്നു. ബിക്കോസ് നല്ല രസമാണ്. നല്ല കോടയും നല്ല തണുപ്പും മഞ്ഞും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബായിരുന്നു. അങ്ങനെ കുറച്ചധികം സമയം അവിടെ സ്പെൻഡ് ചെയ്തു. നമുക്കൊരു 11:30-12 മണിക്കാണ് ചെക്ക് ഔട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ മുകളിലുള്ള ആ ബാൽക്കണിയിൽ പോയി കുറച്ച് സമയം കൂടെ സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പൂളിൻ്റെ സൈഡിലാണ് അവർ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നമ്മൾ താഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് റിസോർട്ട്സിലൊക്കെ വരുന്ന പോലെ ബോയിൽഡ് എഗ്സ്, അതുപോലെ നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും ബട്ടറും അങ്ങനെ ഉള്ളതായിരുന്നു. പിന്നെ ഇഡ്ഡലി, ദോശ അങ്ങനത്തെ കുറച്ച് ഫുഡും അവർ നമുക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, നല്ല റൂം സർവീസാണ്. നല്ല രീതിയിൽ അവർ നമ്മളോട് ഇടപഴകുന്നതാണല്ലോ. പിന്നെ സുബർക്കാട് ഫ്രണ്ടിൻ്റെ റിസോർട്ടാണിത്. സോ അവിടുന്ന് നമ്മളൊരു 12 ഒക്കെ ആയപ്പോഴത്തേക്കും ചെക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇഞ്ചത്തൊട്ടിയിലും കൂടെ പോയിട്ട് നമ്മുടെ ഈ ഒരു 2 day ട്രിപ്പ് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ അങ്ങനെ ഇഞ്ചത്തൊട്ടി പാലത്തുമ്മേ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ ആടുന്ന ടൈപ്പ് ഓഫ് ഒരു പാലമാണല്ലോ, കുറേ അധികം നടക്കാനുണ്ട്, നമുക്ക് ചെറുതായിട്ട് പേടി തോന്നും. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഫാമിലിയിൽ കുറച്ച് ആളുകളൊക്കെ ആയിട്ട് ഒന്നിച്ച് ഒരു വെക്കേഷൻ പോകുന്നതൊക്കെ ഭയങ്കര രസമുള്ള കാര്യമാണെന്ന് തോന്നാറുണ്ട്. നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്ക് മനസ്സിന് കിട്ടുക. അങ്ങനെ ഈ യാത്രയും കഴിഞ്ഞു.